നമസ്കാരം. കോഡൽസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂറോപ്പിലേക്ക് വർക്ക് പെർമിറ്റ് വിസയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വെയർഹൗസ് ജോബുമായി ബന്ധപ്പെട്ട് കുറച്ച് വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. 23 വയസ്സിന് 45 വയസ്സിന് ഇടയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മാനദണ്ഡങ്ങളൊന്നും വച്ചിട്ടില്ല. അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് നോളജ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട്, റെസ്യൂം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതേപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കോപ്പി, ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 5 to 6 മന്ത് ടൈം എടുക്കുന്നുണ്ട്. 950 യൂറോ മുതൽ 1250 യൂറോ വരെയൊക്കെ സാലറിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളാണ്, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാലി റോഡിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ഈ ഓഫീസിലേക്ക് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അവിടെ എത്തിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവിടെ എത്തി ജോബിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള, അതിനോടപ്പുറത്തേക്ക് കാർഡിൻ്റെ കാര്യങ്ങൾ വരെയുള്ള ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അത് കുറച്ച് ടൈമൊക്കെ എടുക്കുന്നുണ്ട് ഇതിന് ഇപ്പോൾ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ക്ഷമയുള്ള അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള വർക്ക് പെർമിറ്റ് വിസയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് 45 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്, നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിന് വിസയ്ക്ക് പോകാനായിട്ട് പറ്റുന്നില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ യൂറോപ്പിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനും യൂറോപ്പിലേക്ക് പോകാനും യൂറോപ്പിലേക്ക് വിസ എടുക്കാനും വർക്ക് പെർമിറ്റ് വിസ എടുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. യൂറോപ്പിലേക്കുള്ള ജോബ് വേക്കൻസികൾ അതേപോലെ തന്നെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചതിൻ്റെ കൂടുതൽ ഡേയ്സിന് വേണ്ടി CC താങ്ക് യു.